നമസ്കാരം. സ്മൈൽ സെൻറ്റർ ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ദന്താരോഗ്യവും വാർദ്ധക്യവും, ഇത് തമ്മിലുള്ള ബന്ധവും അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. എൻ്റെ കൂടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും പ്രോസ്റ്ററോണ്ടിസ്റ്റും ആയിട്ടുള്ള ഡോക്ടർ രൂപേഷ് ഉണ്ട് കൂടെ. എൻ്റെ കൂടെ മുമ്പും നമ്മൾ ഇവിടെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. അപ്പൊ ഇത്തവണ ഡോക്ടർ രൂപേഷ് നമ്മൾ സംസാരിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്, വാർദ്ധക്യവും ദന്താരോഗ്യവും, അതിനെ കുറിച്ചായിട്ടാണ്. അതെ, തീർച്ചയായും അതൊരു വളരെ പെർട്ടിനന്റും റെലവന്റും ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോകം മുന്നോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഏജിങ് പോപ്പുലേഷൻ, വാർദ്ധക്യ സഹജമായിട്ടുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മ. ഇപ്പം ഫോർ എക്സാമ്പിൾ 2022 കണക്ക് പ്രകാരം നമ്മളുടെ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ 149 മില്യൺ 60 വയസ്സിന് മുകളിലായിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് 2022 കണക്ക്. അതായത് നമ്മുടെ ജനസംഖ്യയുടെ 10% 60 വയസ്സിന് മുകളിലാണ്. ഇതിനകത്ത് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാല് 2050 ആകുമ്പോഴത്തേക്കും ഈ 10.1% എന്നുള്ളത് 20.5 ഇരട്ടി ആകുമ്പോൾ അടുത്ത 20-25 വർഷത്തിനുള്ളിൽ. അപ്പം ഈ വാർദ്ധക്യ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ദാറ്റ് വിൽ ബി ഇൻക്രീസിങ് മെനി ഫോൾഡ്. അപ്പം അവർ വാർദ്ധക്യ സഹജമായ എന്തെല്ലാം ഡെന്റൽ, ഇപ്പൊ നമ്മള് ശരീരത്തിന് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ പല്ലിന് ആസ് യു ഏജ്, നമ്മള് വയസ്സാകും തോറും എന്തെല്ലാം സംഭവിക്കാം എന്നുള്ളതാണ് ഡോക്ടർ പ്രശാന്ത് നമ്മളോട് ഇന്നത്തെ ഈ ഡിസ്കഷനിൽ സംസാരിക്കും. ഇതില് ബേസിക്കലി നമ്മള് പലരുടെയും ധാരണ പ്രായമാവുന്നതനുസരിച്ച് പല്ലെല്ലാം കൊഴിഞ്ഞു പോകുന്നു, ഇത് കഴിഞ്ഞ് അവസാനം ഒരു സെർട്ടൺ ഏജ് കഴിയുമ്പോൾ എല്ലാ പല്ലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായിൽ പല്ലൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിദ്യാധാരണയിലാണ് അധികം പേരിയ്ക്കുന്നത്. സത്യം അതല്ല. യഥാർത്ഥത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ പല്ലുകളും വായുടെ ആരോഗ്യവും ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കാലത്തേക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രായമാവുന്നതനുസരിച്ച് നമ്മുടെ ശരീരകോശങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് തൊലിപ്പുറത്തായാലും തലമുടിയിലായാലും ശരീരത്തിലുള്ള മസിലുകളിലായാലും എല്ലുകളിലായാലും എല്ലാ ലെവൽസിലും നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. പല ലെവൽസിലുണ്ട് അത്. അപ്പൊ അതേപോലുള്ള ചേഞ്ചുകൾ നമ്മുടെ പല്ലിലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതെ, ഞാൻ ഉപമിക്കാറുള്ളത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇസ് എ ഗ്ലോറിഫൈഡ് മെഷീൻ. ഒരു മെഷീനാണ് നമ്മൾ. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു മെഷീനാണ്. ഒരു മെഷീൻ കൂടുതൽ കാലം ഫങ്ഷൻ ചെയ്യും തോറും അതിന് വെയർ ആൻഡ് ടയർ വരും. തീർച്ചയായിട്ടും അത് സംഭവിക്കും. പക്ഷെ ആ മെഷീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ കാലത്തേക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അത് വർക്ക് ചെയ്യും. ഡോക്ടർ പ്രശാന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു, നമ്മള് ഒരു മെഷീൻ നമ്മുടെ ശരീരത്തിന് ഒരു കാറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാം ആനുവൽ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ സർവീസിനെ കൊണ്ടുപോകുന്ന പോലെ അത് നന്നായി കറക്റ്റ് ആയിട്ട് സർവീസ് പീരീഡ് ഒക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം കൂടെ പറയാറുണ്ട്, ഈ മെഷീൻ ഓടിയാലേ ആ മെഷീനുകൾ ഓടുള്ളൂ. തീർച്ചയായും അത് ഓടിക്കാൻ നമ്മൾ വേണമല്ലോ, നമ്മൾ തന്നെ ഓടിക്കണം. പലപ്പോഴും ആൾക്കാർ ഇത് വിട്ടുപോകും. കാറിന്റെ വാറന്റി ഗ്യാരണ്ടി, ഫ്രിഡ്ജിന്റെ വാറന്റി ഗ്യാരണ്ടി, ബൈക്ക്, ഇതിന്റെ എല്ലാം പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അവനവന്റെ ആരോഗ്യത്തിനെ പറ്റി നെഗ്ലക്റ്റ് ആയിരിക്കും ടോട്ടൽ. തീർച്ചയായും അത് കൂടുതലും പൊതുജനങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വരെ പിന്നെ ശ്രദ്ധിക്കും. അതെ, പല്ലിന്റെ ആരോഗ്യം വളരെ സെക്കൻഡറിയാണ്. 32 പല്ലുണ്ടല്ലോ, അതിലിപ്പോ 2 പോയാലും ഇത്രയേ ഉള്ളൂ എന്നുള്ള ധാരണയാണ് പലർക്കും. അപ്പം ഈ ഡോക്ടർ നമ്മളിപ്പോ ഈ പ്രായം കൂടുന്തോറും, നമ്മൾ പ്രായം ആധിക്യം വരുന്ന സമയത്ത് എന്തൊക്കെ ഓറൽ ഹെൽത്ത് പ്രോബ്ലങ്ങളാണ് നമ്മൾ സാധാരണ കണ്ടുവരാറ്? അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒരു ചുരുക്കി നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, പ്രായമാവുന്നതനുസരിച്ച് എന്തൊക്കെ വരാം എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ബ്രിട്ടിൽനെസ് ഓഫ് ടീത്ത്, വെയറിങ് ഔട്ട് ആൻഡ് ബ്രിട്ടിൽനെസ്. അതായത് നമ്മൾ പല്ലുകൾ പൊട്ടിപ്പോവാനും പല്ലുകൾ തേയ്മാനം സംഭവിച്ച് അടർന്നു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതൽ. അതെ,
അപ്പം കാരണം നമ്മള് പ്രായം കൂടുന്തോറും നമ്മൾ ഭക്ഷണം ചവയ്ക്കുന്നു. അതെ. ആ ചവയ്ക്കുമ്പോൾ രണ്ട് ഹാർഡായിട്ടുള്ള സംഗതികൾ തമ്മിൽ ഒരേ നമ്മള് മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരുന്നു. അപ്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ പല്ലിറങ്ങും. ചില ആൾക്കാർ അങ്ങനെയും ചെയ്യാം, അങ്ങനെയും പല്ലുകൾക്ക് തേയ്മാനമൊക്കെ സംഭവിക്കാം. അപ്പം പ്രായം കൂടുന്തോറും ഈ തേയ്മാനം വരുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെ അതെ, അങ്ങനെ വരാം. പിന്നെ അതിന് പുറമെ ചിലര് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ബ്രഷ് ചെയ്യും. തീർച്ചയായും ആത്മാർത്ഥമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ച് ഭയങ്കര തേപ്പാണ്. 4-5 മിനിറ്റ് 6-7 മിനിറ്റ് ഒക്കെ ബ്രഷ് ചെയ്ത്, ഡോക്ടറെ ഞാൻ വളരെ ശ്രദ്ധിച്ച് ഒരുപാട് സമയമെടുത്ത് ബ്രഷ് ചെയ്യുന്നുണ്ടെന്ന് ചിലർ പറയും. പക്ഷെ അവസാനം ആ പല്ല് മുഴുവൻ ഈ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ പല്ല് മുഴുവൻ പോയി കിട്ടും. അപ്പൊ അങ്ങനെ കാണാറുണ്ട്. സ്വയം ഇൻഡ്യൂസ് ചെയ്യുന്ന സ്വയം ഇൻഡ്യൂസ് ചെയ്യുന്ന വേറെ ടയർ വരാം. പിന്നെ ഇറോഷൻ മൂലം, അതായത് ചിലർക്ക് ഈ അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി ഉള്ളപ്പോ പുളിച്ചു തേട്ടല്, അപ്പൊ നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡ് വായിലേക്ക് വന്നിട്ട് ഇനാമല് വെയർ ഔട്ട് ചെയ്ത് പോവുക, അങ്ങനെ വരുമ്പോൾ സംഭവിക്കാം. പിന്നെ എബ്ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഒരുപാട് നാള് ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലിന് ചെറിയൊരു ഫ്ലെക്ഷൻ വന്നിട്ട് അതിന്റെ സൈഡിൽ ഒരു നെക്കിൽ ഒരു വെട്ട് വീഴുന്ന ഒരു പ്രക്രിയ. പിന്നെ നേരത്തെ ഡോക്ടർ രൂപേഷ് പറഞ്ഞ പോലെ നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോൾ പല്ലിന്റെ സർഫസ് തേയ്മാനം സംഭവിച്ച് അങ്ങനെ അങ്ങ് തേഞ്ഞു പോകുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ എട്രീഷൻ എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ പല പല കാരണങ്ങളും ഉണ്ട്. ഹാബിച്വൽ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ കൂടുതൽ ലൈം അസിഡിക് ഡ്രിങ്കുകൾ കുടിക്കുന്ന, കോള, ലൈം ഇതേപോലുള്ള ഡ്രിങ്കുകളൊക്കെ ധാരാളം കുടിക്കുന്ന ആൾക്കാരിലും പല്ല്. അതെ, അത് പറഞ്ഞപ്പോഴേ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, ഓസ്ട്രേലിയ എന്നൊരു പേഷ്യന്റ് ഒരു 4-5 വർഷം മുമ്പ് വന്നു. അവന് 38 വയസ്സുള്ള ഒരു പയ്യനാ. അവന് ആസ് എ ടീനേജർ ഹി യൂസ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് കോക്ക്. കോക്കും ബർഗറും ആയിരുന്നു അവന്റെ പ്രധാന ആഹാരം. ഈ കോക്ക് കുടിച്ച് പല്ല് മൊത്തം പോയിട്ട് അവസാനം മുഴുവൻ നാശമായി. പിന്നെ നമ്മൾ അത് മുഴുവൻ റെസ്റ്റോർ ചെയ്ത് ക്രൗൺ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ആൻഡ് നൗ ഈസ് ഡൂയിങ് വെരി വെൽ. പക്ഷെ അത് ആ റൈറ്റ് ടൈമിന് ഇത് കണ്ടുപിടിച്ച് അത് പ്രിവെന്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഡാമേജ് സംഭവിക്കില്ല. അതാണ് പിന്നെ സംഭവിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് അട്രീഷൻ, അബ്രേഷൻ, ഇറോഷൻ, അബ്ഫ്രാക്ഷൻ, ഇതാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം പല്ലുകൾക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ കാണപ്പെടുന്നത് പുളിപ്പ്. പ്രായം കൂടുന്തോറും പലർക്കും ഭയങ്കര പുളിപ്പ്. ഇത് പലപ്പോഴും നേരത്തെ പറഞ്ഞ ആ തേയ്മാനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആവാം, അതുകൊണ്ട് വരാം. അപ്പോൾ പുളിപ്പ്, പല്ലിന് പൊതുവെ പുളിപ്പ് കൂടി വരുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. പിന്നെ പൊതുവെ പല്ലുകൾ പ്രായമാവുന്നതനുസരിച്ച് നിറം ഡാർക്കായിക്കൊണ്ടിരിക്കാറുണ്ട്. അത് പലപ്പോഴും ഇനാമല് തേയ്മാനം സംഭവിക്കുന്നതോടുകൂടി അടിയിലുള്ള ഡെന്റീന്റെ വിസിബിലിറ്റി കൂടി വരുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ഡിസ്കളറേഷൻ വരുന്നത്. അപ്പോൾ ഒരു ടീനേജറിലുള്ള പല്ലിന്റെ നിറമായിരിക്കില്ല ഒരു 50-year-old അല്ലെങ്കിൽ ഒരു 60-year-old പേഷ്യന്റിന്. അതിലും വളരെയധികം ഡാർക്കർ ആയിരിക്കും കൂടെ പ്രായം കൂടുന്നതനുസരിച്ച്. അത് ഹാബിച്വൽ സ്മോക്കേഴ്സ്, അതെ, ഈ പാൻ മുതലായ സാധനങ്ങളൊക്കെ ചവയ്ക്കുന്ന ആൾക്കാരിലും കളർ. അതെ, ആ കൂട്ടത്തില് ഈ മാതിരി ഹാബിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ആക്സലറേറ്റ് ചെയ്യും. അതെ, ആ ഡിസ്കളറേഷൻ ആക്സലറേറ്റ് ചെയ്യും. പിന്നെ സംഭവിക്കുന്നത് പലപ്പോഴും ഗം റിസെഷൻ, മോണ ഇറങ്ങിപ്പോവുക, മോണ കയറിപ്പോവുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക എന്ന് പറയാം. അപ്പൊ മോണയും ആ പല്ലും തമ്മിലുള്ള ബന്ധം വിട്ട് അത് അകന്നു പോകുന്ന, വേര് കൂടുതൽ വിസിബിൾ ആവുന്ന ആ ഒരു അവസ്ഥ, അതിനെയാണ് റിസെഷൻ എന്ന് പറയുക. അപ്പോൾ അത് സംഭവിക്കാം. അത് പലപ്പോഴും ഡിഫക്റ്റീവ് ബ്രഷിംഗ് കൊണ്ടുണ്ടാവാം. പിന്നെ അതല്ലാതെ സ്വാഭാവികമായിട്ട് പ്രായമാവുന്നതനുസരിച്ച് അങ്ങനെ സംഭവിക്കാം. അപ്പൊ ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ്. പിന്നെ മോണരോഗങ്ങൾ, ഈ ഒരുപാട് റിസെഷൻ വന്നു കഴിയുമ്പോൾ മോണ രോഗങ്ങളിലേക്ക് കടക്കും. അപ്പൊ മോണരോഗങ്ങളും ജിഞ്ചിവൈറ്റിസ്, പെരിഡോൺടൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല്ലിന് ബലക്കുറവ് വരികയും അതിനെ തുടർന്ന് മറ്റനവധി പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ ഈ മോണരോഗമാണ് ഈ പല്ല് ഊരിപ്പോവുക എന്നുള്ളത്. സാധാരണ പല്ല് ഊരി ഇളകി പോയി എന്നൊക്കെ പറയുന്നത് മിക്കവാറും മോണരോഗം കൊണ്ടുള്ള. പലരും പറയാറുണ്ട് പല്ലുകൾ ഒരു വേദന ഉണ്ടായില്ല ഡോക്ടർ, വെറുതെ ഇളകി ആടി പെട്ടെന്ന് അങ്ങ് ഒരു ദിവസം വീണുപോയി എന്ന് പറയും. അത് പലപ്പോഴും മോണരോഗത്തിന്റെ മൂർധന്യത്തിൽ എത്തുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക പലപ്പോഴും. അപ്പം ഗം ഡിസീസ്. പിന്നെ സംഭവിക്കുന്നത് ഡീകെ, ഡെന്റൽ ഡീകെ, പല്ലില് കേടുവരിക. ഇത് സ്വാഭാവികമാണ്. അത് പലപ്പോഴും നമ്മൾ ഒരു ചെറിയൊരു ഓട്ട വന്നു കഴിഞ്ഞിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അത് അഡ്രസ്സ് ചെയ്യാതെ വരുമ്പോൾ സംഭവിക്കുന്നത് അത്. അപ്പോൾ ക്യാവിറ്റീസ് ഫോം ചെയ്യുക. ഈ ക്യാവിറ്റി പ്രോഗ്രസ് ചെയ്തിട്ട് ഡെന്റൽ ആപ്സസിൽ വരികയും
അതെ. പിന്നെ അതിന്റെ ഒരുപാട് സങ്കീർണമായിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളിലേക്കും കടക്കാം. വേറൊരു സംഗതി, പ്രായം കൂടുന്തോറും പ്രായമായ ആൾക്കാരിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന വേൾഡിൽ ഡയബറ്റിക് ക്യാപിറ്റലാണ്. അതെ. അപ്പൊ ഈ ഡയബറ്റിക് പ്രായമുള്ള ആൾക്കാരിൽ മാത്രമല്ല യങ്സ്റ്റേഴ്സിലും കാണാം, പക്ഷെ കൂടുതലായിട്ടും പ്രായമുള്ള ആൾക്കാരിലാണ് ഈ ഡയബറ്റിക് വരുന്ന സമയത്ത് വായ വല്ലാണ്ട് ഡ്രൈ ആവും. ഡ്രൈ ആവുന്ന സമയത്തും ഈ ഡെന്റൽ കേരീസ് പിടിക്കാൻ, അങ്ങനെയുള്ള ആൾക്കാർ ഇത് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതെ അതെ, നമ്മൾ ആക്ച്വലി അതിലേക്ക് വരുന്നുണ്ട് ഒരു വിശദമായിട്ട്. അത് പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടൊരു ഫാക്ടറാണത്. സിറോസ്റ്റോമിയ, ഡ്രൈ മൗത്തും. അതെ 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 അതെ. പിന്നെ പൊതുവെ ബോൺ ഡെൻസിറ്റി കുറയുക. നമുക്ക് പൊതുവെ എല്ലിന്റെ പ്രത്യേകിച്ച് സ്ത്രീകളിൽ, അതെ പ്രത്യേകിച്ച് സ്ത്രീകളിൽ അത് എന്താ വെച്ചാൽ ഹോർമോൺ റിലേറ്റഡും കൂടി ആയതുകൊണ്ട് എല്ലിന്റെ ഡെൻസിറ്റി, അപ്പോൾ പലപ്പോഴും ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനിലേക്കൊക്കെ ചെന്ന് അവസാനിക്കാനായിട്ടുള്ളൊരു ഒരു സംഗതി. അപ്പൊ അത് പല്ലുകളെയും ബാധിക്കും തീർച്ചയായിട്ടും. അപ്പോ ബേസിക്കലി മെനപ്പോസ് അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്ന സ്ത്രീകൾ പല്ലിന്റെ ആരോഗ്യം ആ പ്രായത്തിൽ സൂക്ഷിക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ്, വളരെ പ്രധാനം. അതിന്റെ കൂടെ വിറ്റമിൻ ഡി അങ്ങനെയുള്ള സംഗതികളൊക്കെ നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. പിന്നെ പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ടൂത്ത് ലോസ്, പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പലപ്പോഴും എന്നോട് പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് 3-4 പല്ല് അവിടെ ഇവിടേക്ക് ഇല്ല, പക്ഷെ അതുകൊണ്ട് പ്രശ്നമില്ല, ബാക്കി 32 ബാക്കി പല്ലുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഇത് ഒരെണ്ണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ലീഡ്സ് ടു അനദർ ലോഡ് ഓഫ് അതർ ഇഷ്യൂസ്. അപ്പം ഈ വീഡിയോയിൽ, ഈ ചെറിയൊരു വീഡിയോയിൽ കാണുന്ന പോലെ താഴെയുള്ള ഒരു മോളാർ ടൂത്ത് മിസ്സിങ് ആയതോടുകൂടി ബാക്കി സൈഡിലുള്ള പല്ലുകളെല്ലാം കൂടെ കൊളാപ്സ് ചെയ്ത് അകത്തേക്ക് ചരിഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ചരിഞ്ഞു വരുന്നതിന്റെ ഇടയിലൊക്കെ ആയിട്ട് ഫുഡ് കയറിയിരുന്ന് അവിടെയൊക്കെ ക്യാവിറ്റി വരും. അതൊരു ബേസിക്കലി ഒരു കാസ്കേഡിങ് എഫക്റ്റ് ആണ്. നമ്മളൊരു പല്ല് നഷ്ടപ്പെട്ട് അത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കാസ്കേഡിങ്, നമ്മളൊരു വെള്ളച്ചാട്ടം പോലെ പല പല കാരണങ്ങളും ഇതിനെ ഫോളോ ചെയ്ത് വരുന്നത്. അതെ. പിന്നെ പലപ്പോഴും ഡെന്റൽ സ്പേസിങ്, പല്ലുകൾ തമ്മിൽ വിടവുകൾ സംഭവിക്കുക. ചില അവസരങ്ങളിൽ പല്ലുകൾ ഡീവിയേറ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോവുക. പിന്നെ വേറെ ചില അവസരങ്ങളിൽ ക്രൗഡിങ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ബോൺ ഡെൻസിറ്റി കുറയുന്നതിനോടനുബന്ധിച്ചും ഇത് സംഭവിക്കാം. മോണരോഗം വരുന്നവർക്ക് സംഭവിക്കാം. പല്ല് നഷ്ടപ്പെട്ടാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്, എല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ മൗത്ത്, വായില് സലൈവറി ഉമിനീരിന്റെ ആ ഒരു പ്രൊഡക്ഷൻ കുറയുന്നതോടുകൂടി പലപ്പോഴും ഡ്രൈ മൗത്തിന് കാരണക്കാരാവുന്നത് ചില മരുന്നുകളൊക്കെയാണ്. അപ്പൊ ചില മെഡിസിൻസ് പലപ്പോഴും അതെ അതെല്ലാം ഡ്രൈ മൗത്ത് ഉണ്ടാക്കും. അപ്പോൾ ഈ ഡ്രൈ മൗത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്ടീരിയൽ കോളനൈസേഷൻ വളരെയധികം കൂടും. വായില് ബാക്ടീരിയ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്ടീരിയ കൂടുന്നതനുസരിച്ച് ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടും. അപ്പൊ അത് പല്ലിനെ ബാധിക്കുന്നതാണ് ഡെന്റൽ കേരീസ് ആയിട്ട് ഭവിക്കുക. മോണയെ ബാധിച്ചു കഴിയുമ്പോൾ അത് മോണരോഗമാവും. അതായത് സലൈവയാണ് നമ്മളൊരു വായിലൊരു സെൽഫ് ക്ലെൻസിങ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം. അപ്പൊ വായ നമ്മുടെ സലൈവ അഥവാ തുപ്പൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ്, ഉമിനീര് എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് അത്ര വലുതാണ്. അപ്പം ബേസിക്കലി അല്ലെങ്കിലും വായ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് വെള്ളം സിപ്പ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് പ്രായം കൂടുന്നതോറും. തീർച്ചയായിട്ടും അതപ്പോ ഡ്രൈ മൗത്ത് അവോയ്ഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല പലപ്പോഴും അത് വായിക്കൊരു ഫ്രഷ് ഫീല് തരാനും ഹെൽപ്പ് ചെയ്യും പല അവസരത്തിലും. അപ്പൊ കൂടെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ളപ്പോൾ. പിന്നെ ടേസ്റ്റിലുള്ള പെർസെപ്ഷൻ, ടേസ്റ്റ് സെൻസ് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ ചിലപ്പോൾ കുറയാം പ്രായം കൂടുന്തോറും. അതിൽ ചിലപ്പോൾ മരുന്നുകൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം, അതല്ലാതെ മറ്റു പല മെഡിക്കൽ കണ്ടീഷൻസും ഉള്ളപ്പോഴും അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം പോസിബിലിറ്റിയാണ് നമുക്ക് ടേസ്റ്റ് സെൻസേഷൻ. പ്രായം കൂടുന്നതോറും ഈ ആൾക്കാർ, നേരത്തെ നമ്മളൊരു ഡോക്ടർ പ്രശാന്ത് ഒരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മെറ്റാലിക് ടങ് ക്ലീനർ അതുകൊണ്ട് ഇങ്ങനെ വടിച്ച് പ്രായം കൂടുന്നതോറും ആ വായിലുള്ള ടേസ്റ്റ് ബഡുകളെല്ലാം ഇങ്ങനെ വടിച്ച് ഒരു ദൂരേക്ക് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതും ഒരു കാരണമാവാം ഈ പ്രായം കൂടുന്നതോറും ടേസ്റ്റ് സെൻസേഷൻസ് പറയാനായിട്ട്.
പിന്നെ ഓറൽ മ്യൂക്കോസൽ ചേഞ്ചസ്, പൊതുവെ വായിലും മോണയിലും ഒക്കെ ആയിട്ടുള്ള, നാവിലും ഒക്കെയുള്ള ആ ദശയിലുള്ള മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, അതും വളരെയധികം സംഭവിക്കാറുണ്ട്. ചിലർക്കത് ചിലരിലത് വൈറ്റ് പാച്ചസ് ആയിട്ടും ചിലപ്പോൾ ഒരു ബ്ലൂയിഷ് റെഡിഷ് പാച്ചസ് ആയിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ചില രോഗാവസ്ഥകളെ കാണിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ പലതും സംഭവിക്കാറുണ്ട് മോണയിലും കവളത്തൊക്കെ ആയിട്ട്. പിന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്നതോടുകൂടി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഓറൽ ത്രഷ് എന്നൊക്കെ പറയുന്ന കാൻഡിഡൽ ഇൻഫെക്ഷൻ, പിന്നെ വേറെ ചില പ്രത്യേക വൈറസുകളുടെ ഇൻഫെക്ഷൻ, അങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. പ്രായാധിക്യത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇതിന് എന്തെങ്കിലും പ്രത്യേക കെയർ എടുക്കണം? അല്ല, തീർച്ചയായിട്ടും അത് അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തേ പറ്റൂ. അത് തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോന്റെ ഒരു ലേറ്റർ സ്റ്റേജിൽ നമുക്ക് കടക്കാം. പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ്, ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അതായത് ഡയബറ്റിസ്, നേരത്തെ ഡോക്ടർ രൂപേഷ് പറഞ്ഞ പോലെ ഡയബറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്, അതെ സംസാരിച്ച പോലെ. അപ്പോൾ പിന്നെ പ്രഗ്നൻസിയിൽ പലപ്പോഴും ഈ ഹോർമോണൽ ചേഞ്ച് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ആ പ്രഗ്നൻസി മാത്രമല്ല, മെനോപോസ്, അങ്ങനെയുള്ള സ്ത്രീകളിൽ ഭയങ്കര ഹോർമോണൽ വ്യതിയാനങ്ങൾ വരത്തക്ക രീതിയിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴൊക്കെ വായില് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രഗ്നന്റ് ഫേസിൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി കൂടെ ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യുന്നത്, കാരണം കൂടുതലും മോണയോട് കണക്ട് ചെയ്തായിരിക്കും ഈ പ്രഗ്നൻസി ടൈമിലുള്ള ചേഞ്ചുകൾ സാധാരണ കാണാം. ഈ പ്രഗ്നൻസി ജിഞ്ചവൈറ്റിസ് എന്ന് പറയുന്ന പോലെ. അപ്പം പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു പീരിയോഡിക്കൽ വായുടെ ദന്താരോഗ്യം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. പക്ഷെ ഒരു ഡെന്റൽ ഡോക്ടറെ കണ്ട് പീരിയോഡിക്കലി ഒരു ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അത് വളരെ പ്രധാനമാണ് ഒരു ഫേസ്. പലപ്പോഴും ഈ പ്രഗ്നൻസി ട്യൂമർ എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്നോമർ ആണത്. പക്ഷെ അത് ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് ഓഫ് ടിഷ്യൂ. അത് പലപ്പോഴും മോണയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, ഒരു തടിപ്പ് പോലെ പൊങ്ങി വന്ന് ഒരു മാസ് പോലെ നിൽക്കുന്നത്. അത് പലപ്പോഴും ഈ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരാം. പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതായത് ഹാർട്ട് ഡിസീസ് ഉള്ളവരിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കോറിലേഷൻ ഉണ്ട് ഡെന്റൽ ഹെൽത്തുമായിട്ട്, എസ്പെഷ്യലി മോണരോഗങ്ങളായിട്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചില സിസ്റ്റംസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ ജോഗ്രൻ സിൻഡ്രോം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ് എന്ന് പറയുന്ന രോഗങ്ങളിലൊക്കെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് മോണയാണ് അത് ബാധിക്കുക തീർച്ചയായും പലപ്പോഴും. ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ഡിസോർഡേഴ്സ്, നമുക്ക് ഒരുപാട് പേരിൽ ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഉള്ളിലുള്ള ആസിഡ് പുളിച്ചു തേട്ടി വായിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ആസിഡ് വന്നിട്ട് പല്ലിനെ ഡീകാൽസിഫൈ ചെയ്യും. അതോടുകൂടി പല്ലിന് ഡാമേജ് വരും, അതിന് ഇറോഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ പ്രശ്നം വരാം. പിന്നെ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ പ്രോബ്ലം ഉണ്ട്. അതുള്ളവരിൽ പലപ്പോഴും മൗത്ത് അൾസേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ അനവധി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ബ്ലഡ് ഡിസോർഡേഴ്സിൽ അനീമിയ, ലുക്കീമിയ മുതലായ കണ്ടീഷൻസിലൊക്കെ വായിൽ ഒരുപാട് ചേഞ്ചസ് കാണാറുണ്ട്. തീർച്ചയായും ഒരുപാട് ചേഞ്ചസ് കാണാറുണ്ട്. ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഇപ്പോൾ നമുക്ക് എയ്ഡ്സ്, HIV മുതലായ കണ്ടീഷൻസിൽ ഒരുപാട് ചേഞ്ചസ് വായിൽ കാണാറുണ്ട്. പലപ്പോഴും വായിൽ നിന്നുള്ള ഡയഗ്നോസിസ് നിന്നാണ് നമ്മൾ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് തന്നെ. പലപ്പോഴും ഡെന്റിസ്റ്റ് ആണ് ഇത് ഡിറ്റക്ട് ചെയ്യാറ്. തീർച്ചയായും ട്യൂബർക്കുലോസിസിൽ ഓറൽ അൾസേഴ്സും മറ്റു പല ഇഷ്യൂസും കാണാറുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴും പലപ്പോഴും ഡ്രൈ മൗത്ത് വരിക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബോൺ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ട് ബോണിൽ ഇൻഫെക്ഷൻ വന്ന് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, എസ്പെഷ്യലി റേഡിയേഷൻ കീമോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരിലായിരിക്കും ഇത് കൂടുതൽ കാണാം. അപ്പൊ അങ്ങനെ ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഡെന്റൽ കെയർ എക്സ്ട്രീംലി കെയർ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. അതെ അത് വേണ്ടി വരാറുണ്ട്.
പിന്നെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, പാർക്കിൻസൺസ്, അൽസൈമേഴ്സ്, ഇങ്ങനെയുള്ളവരിലൊക്കെ ഈ മാതിരി രോഗങ്ങളുള്ളവരിൽ പലപ്പോഴും ഓറൽ ഹൈജീൻ മോശമായിരിക്കും. അവർക്ക് ഡെക്സ്ട്രിറ്റി കുറവായിരിക്കും, അതായത് ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. തീർച്ചയായും. പിന്നെ പലപ്പോഴും ഓർമ്മക്കുറവുണ്ടാവും, ചിലപ്പോൾ ബ്രഷ് ചെയ്തോന്ന് തന്നെ അവർക്ക് സംശയവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്രഷ് ചെയ്യാതിരുന്നിട്ട് അതുകൊണ്ട് അതുമൂലം വരുന്ന പ്രശ്നങ്ങൾ, പിന്നെ അതിൻ്റെ കൂടെ അവർ കഴിക്കുന്ന മരുന്നുകളുടെ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പിടിച്ചൊരു അവസ്ഥയിലേക്ക് ഇതേപോലെ ഉള്ള അസുഖങ്ങളുള്ള ആൾക്കാര് ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരാണ് ഇവരെ ഈ കാര്യങ്ങളിൽ തീർച്ചയായും അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം എസ്പെഷ്യലി പ്രായമുള്ള ആൾക്കാരിൽ സാധാരണ കാണുന്നതാണ് ഈ പാർക്കിൻസൺസും അൽസീമേഴ്സ്, ഓർമ്മക്കുറവും കാര്യങ്ങളെല്ലാം. അതെ. പിന്നെ നമുക്ക് റെസ്പിറേറ്ററി ഡിസീസസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അങ്ങനെയുള്ള കണ്ടീഷനിൽ പലപ്പോഴും ഓറൽ ഇൻഫെക്ഷൻസ്, ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. പലപ്പോഴും അങ്ങനെയുള്ളവരിൽ ഈ ഇൻഹേലേഴ്സ്, സ്റ്റെറോയിഡ് ഇൻഹേലേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ്, ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്തിട്ടാണ് ഇത് സംഭവിക്കാറ്. ഈവൻ സ്റ്റെയിനിങ് ഉണ്ടാക്കും. അതെ. പിന്നെ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഇപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് സൈക്കോളജിക്കലും സൈക്കാട്രിക്കും ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നൊരു കാലഘട്ടമാണത്. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് പല പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ പലരും മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. ഈ മരുന്നുകളും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് മോണയിലാണ് ഇതിന്റെ മേജർ ഇഷ്യൂസ് വരിക. ഡ്രൈ മൗത്തും ഉണ്ടാക്കാറുണ്ട്. ഫെനറ്റോയിൻ, അതെ, ബെൻസോഡൈസപ്പീൻ കമ്പൗണ്ട്സ് എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതെല്ലാം പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ലൈക്ക് അനോറെക്സിയ, ബുളീമിയ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഇതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പൊതുവെ പല മരുന്നുകളും ഡ്രൈ മൗത്ത്, മോണരോഗങ്ങൾ, ഓറൽ അൾസേഴ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. അത് ഒരു വലിയൊരു ലിസ്റ്റ് ഇവിടെ കാണാം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ലിസ്റ്റ് മുഴുവൻ കാണിച്ചു തന്ന് നിങ്ങളെ പേടിപ്പിക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിനെപ്പറ്റി ഒരു അറിവുള്ളത് നല്ലതാണ്. അപ്പൊ നിങ്ങൾ ഡ്രൈ മൗത്തോ കൂടെ ഓറൽ അൾസേഴ്സോ അല്ലെങ്കിൽ ടേസ്റ്റ് സെൻസേഷനിലുള്ള വ്യത്യാസങ്ങളോ മോണയിൽ വീർമതയും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ചിട്ട് ആ മരുന്നിൽ എന്തെങ്കിലും ഡോസേജിൽ വ്യത്യാസം വരുത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് റിലീഫ് കിട്ടും. എന്തെങ്കിലും മരുന്നുകൾ കൂടുതലായിട്ട് കഴിക്കുന്ന പീരിയോഡിക് ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പലപ്പോഴും നമ്മളത് അറിയണമെന്നില്ല. അതെ അതെ. ചില ആന്റിബയോട്ടിക്കുകളാണെങ്കിൽ പോലും ചിലർക്ക് നോസിയ, ഒരു മെറ്റാലിക് ടേസ്റ്റ്, അങ്ങനെയുള്ള കുറെ ആന്റിബയോട്ടിക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. അതെ അതെ അതെ. പിന്നെ പലപ്പോഴും പ്രായമാവുന്നതനുസരിച്ച് ഡെക്സ്ട്രിറ്റി, കൈയുടെ മൂവ്മെന്റ്സും പൊതുവെയുള്ള ഫിസിക്കൽ മൂവ്മെന്റ്സും കുറയുന്നതോടുകൂടി ബ്രഷിങ് കുറച്ച് ബുദ്ധിമുട്ടാവുകയും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ, ബ്രഷിങ് ഇംപ്രോപ്പർ ആവുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് മറ്റേ പവർ ബ്രഷസ് ഉപയോഗിക്കുക, വാട്ടർ ഫ്ലോസർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അത് ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. അതുകൂടാതെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരും അവരെയൊക്കെ ഒരു ഡെന്റൽ ഹെൽത്ത് ചെക്കപ്പിന് പോകുന്ന പോലെ എപ്പോഴും നല്ലതാണ്. ഒരു പീരിയോഡിക്കലി ഒരു ഡെന്റൽ ചെക്കപ്പിന് പോകുന്നത് നല്ലതായിരിക്കും. അതെ അതെ. അപ്പൊ ബേസിക്കലി പിന്നെ ഇതിന് പുറമെ ഓറൽ ക്യാൻസേഴ്സ്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്. ഓറൽ ക്യാൻസർ പ്രായം അധികമാവുന്നതനുസരിച്ച് വായയുടെ ഉള്ളിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് ഡെന്റിസ്റ്റിനെ ഒരു അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ഒരു ചെക്കപ്പിന് പോവുക. പ്രധാനമായിട്ട് നോക്കേണ്ടത് ഷാർപ്പ് ടൂത്ത് മാർജിൻസ്, ഷാർപ്പ് റെസ്റ്റോറേഷൻ, പല്ലിൻ്റെ അരികെ മൂർച്ച കൂടി അരം പോലെ ഇരുന്നിട്ട് അത് വന്ന് കവിളിൽ ഉരഞ്ഞ് അത് അൾസർ ഉണ്ടാക്കി അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് ക്യാൻസറിലേക്ക്. ഡോക്ടർ പ്രശാന്ത് നേരത്തെ നമ്മൾ കാണിച്ചൊരു സ്ലൈഡിൽ പോലെ ഈ അട്രീഷൻ വന്ന് തേയ്മാനം വരുമ്പോൾ പല്ലുകളുടെ ചുറ്റും അരം പോലെ ഇരിക്കും. നമ്മൾ ആ പഴയ ചിത്രം ഓർത്താൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സംഗതികളെല്ലാം കവിളിൽ പോയി കവിള് കടിച്ച് കവിളിന്റെ ഇടയിൽപ്പെട്ട് മുറിയാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും പ്രായമായിട്ടുള്ള ആൾക്കാർ അത് ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് തന്നെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ പീരിയോഡിക് ആയിട്ടുള്ളൊരു അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തിൽ ഒരിക്കലും ഒരു ചെക്കപ്പ് പ്രായമുള്ള ആൾക്കാർ
അത് എനിക്ക് ഡോക്ടർ രൂപേഷിന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ പണ്ട് ഒരു പേഷ്യന്റ് ഒരു നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലുള്ള ഒരു സീനിയർ മാനേജർ ആയിരുന്നു. അദ്ദേഹത്തിന് നമ്മളൊരു ഡെഞ്ചർ കൊടുത്തിരുന്നു. ഡോക്ടർ രൂപേഷ് തന്നെയാണ് അത് ഡെലിവറി ചെയ്തത്. പക്ഷെ ഇദ്ദേഹം പിന്നെ റിവ്യൂവിനൊന്നും വന്നില്ല, പ്രോപ്പറായിട്ടുള്ള റിവ്യൂസിനൊന്നും വന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇവിടെ ഒരു അൾസർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ മോണ ചുരുങ്ങിയിട്ട് ഇതിന്റെ മാർജിൻ റബ്ബ് ചെയ്ത് അവിടെ അൾസർ ഉണ്ടാക്കിയതാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് അപകടമാണ്, ഇത് നമ്മളൊരു ബയോപ്സി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് എത്ര നാളായിട്ടുണ്ട്? ഓ, ഇത് ഒരു 4-5 വർഷമായിട്ടുണ്ട്. അപ്പൊ ഞാനിത് കുറച്ച് മരുന്നൊക്കെ പുരട്ടി അങ്ങനെ മാനേജ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. ഇതിപ്പോ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം, അത് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിനെ നിർബന്ധിച്ച് ഞാൻ അമൃത ഹോസ്പിറ്റലിലേക്ക് വിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ഹെഡ് ആൻഡ് നെക്ക് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ സുബ്രഹ്മണ്യർ നോക്കി, അത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു, ഓപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ പുള്ളിക്കാരന് ഒരു ഈ ഭാഗത്ത് ചുണ്ടിന്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് വലിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോർമൽസിയിലേക്ക് എത്താൻ സാധിക്കില്ല. ഇവിടെ താടിയലിന്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റേണ്ടി വന്നു, അത് റീകൺസ്ട്രക്ട് ചെയ്തെങ്കിലും എന്നാലും ഒരു അല്പം വൈകല്യം അപ്പോഴും ഉണ്ടാവും. റേഡിയേഷനും ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് പലപ്പോഴും ഈ മെയിൻ്റനൻസിന് വരാത്തപ്പോ വരുന്ന പ്രശ്നങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ എന്തൊരു പ്രോസസ്സ് നമ്മൾ വായിൽ വെച്ചാലും അത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പം അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായി എന്നുള്ളൊരു ചിന്ത പലപ്പോഴും പല പേഷ്യൻസിനും. പക്ഷെ അതല്ല, ഇതിപ്പോ ഡോക്ടർ പറയുന്ന പോലെ, ഏതൊരു ഡോക്ടറും പറയുന്ന പോലെ ഒരു അതെ, ഏറ്റവും വലിയ പ്രശ്നം വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടാൽ മതി എന്നുള്ള തിയറിയാണ്. വേദന ഇല്ലാത്തിടത്തോളം കാലം ഡോക്ടറെ കാണേണ്ട കാര്യമില്ല. ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം വേദന വരുന്നത് വളരെ വൈകിയാണ്. തീർച്ചയായും അതെ. തുടക്കത്തിൽ വേദന ഉണ്ടാവില്ല. നമുക്ക് ഒരു അൾസർ ആയിട്ടായിരിക്കും കാണുക. ഒരു അൾസർ ഇല്ലേ, അത് പ്രശ്നമൊന്നുമില്ല, എനിക്ക് വേദനയൊന്നുമില്ല, ഞാൻ പിന്നെ എന്തിനാണ് ഡോക്ടറെ കാണുന്നത്. ഇത് വേദന വരുന്നത് എപ്പോഴാണ്? ഇത് അടുത്തുള്ള ഞരമ്പുകളിലേക്ക് ബാധിച്ച് ഞരമ്പുകളെ എഫക്ട് ചെയ്ത് കഴിയുമ്പോഴേ വേദന വരുള്ളൂ. അപ്പോഴത്തേക്ക് ഒരു സ്റ്റേജ് കടന്നിരിക്കും. തീർച്ചയായും. പിന്നെ അത് വളരെ സങ്കീർണമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് ചികിത്സിച്ച് പലപ്പോഴും ഇത് ഭീകരമായിട്ടുള്ള അവസ്ഥകളിൽ ചെന്ന് അവസാനിക്കാനും മതി. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ എന്നുള്ളതാണ് റൂള്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മൂലയിൽ ഒരു അൾസർ കാണാം. ഈ അൾസർ ആ ഷാർപ്പായിട്ടുള്ള ടൂത്ത് മാർജിൻ കുത്തി വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് പ്രീ ക്യാൻസറസ് ലീഷനാണത്. ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ലീഷനാണ്. ഇത് കൂടുതൽ വേഴ്സ് ആയി കഴിയുമ്പോഴാണ് അത് ക്യാൻസർ ആവുക. ഒരു 3 ആഴ്ചയിൽ കൂടുതൽ ആയിട്ടും ഹീൽ ചെയ്യാത്ത ഏതെങ്കിലും അൾസറുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഡോക്ടറെ കാണിച്ച് അതിന്റെ കാരണം കണ്ടുപിടിക്കേണ്ടതാണ്. അതെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, നമ്മളിൽ പലരും മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. പക്ഷേ നോർമൽ മെഡിക്കൽ ഇൻഷുറൻസ് ഡെന്റൽ ട്രീറ്റ്മെന്റിനെ കവർ ചെയ്യുന്നില്ല. നോർമൽ മെഡിക്കൽ ഇൻഷുറൻസ്, നിങ്ങളിപ്പോൾ ഒരു ആക്സിഡന്റിൽ പെട്ട് പല്ല് പോയി, അല്ലെങ്കിൽ താടിയെല്ലാം ഒടിഞ്ഞു, അല്ലെങ്കിൽ ഒരു വലിയ സിസ്റ്റ് വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു, അങ്ങനെ വരുമ്പോൾ ഇത് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അതല്ലാതെ ഒരു നോർമൽ ഡെന്റൽ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കവർ ചെയ്യില്ല. ഇന്നത്തെ ഇന്ത്യയിലുള്ള സാഹചര്യം അത്. ഡെന്റൽ ഇൻഷുറൻസ് കമ്പനീസ് പലതും വരുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. വെസ്റ്റേൺ വേൾഡിലാണെങ്കിൽ ഇപ്പോൾ US-ലും UK-ലും ഒക്കെ ഡെന്റൽ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഓഫുള്ളി എക്സ്പെൻസീവ്. പ്രീമിയം വളരെ കൂടുതലാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഡെന്റൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ടാണത്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇൻഷുറൻസ് കമ്പനിക്ക് പേ ഔട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് പ്രീമിയം കൂട്ടണം. ഇതാണ് അവരുടെ കണക്കൂട്ടൽ. അപ്പോൾ ഇന്ത്യയിൽ ഇത് ഇനിയും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും മിനിമൽ എക്സ്പെൻസിൽ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പീരിയോഡിക് ആയിട്ടുള്ള മെയിൻ്റനൻസ് ഏറ്റവും നല്ലൊരു സംശയമില്ല. ഇതിനകം നിങ്ങൾക്ക് പ്രായം അധികമാവുന്നതനുസരിച്ച് വരാവുന്ന ഡെന്റൽ ആൻഡ് ഓറൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ വിശദീകരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.